എബ്രായ ലേഖനം നമ്മൾ തുടങ്ങി. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ എബ്രായ ലേഖനം വായിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. എല്ലാവരും ചില സഹോദരന്മാരൊക്കെ വായിച്ചു, കുറച്ച് ഇൻട്രഡക്ഷനൊക്കെ കിട്ടിയോണ്ട് ഏകദേശമൊക്കെ മനസ്സിലായെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. വളരെ സന്തോഷമെങ്കിലും ആ വചനമൊക്കെ വായിക്കാൻ ദൈവം അവർക്ക് കൊടുത്ത സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാധാരണഗതി നമ്മളൊക്കെ മാറ്റിവെച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് എബ്രായ ലേഖനം. കുറച്ച് വരും ആദ്യത്തെ 1-2 അധ്യായം അവസാനമൊക്കെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും, പിന്നെ ഇടയ്ക്കത്തൊന്നും മനസ്സിലാകത്തില്ല. എങ്കിലും അത് വായിച്ച് ഒന്ന് നോക്കുവാൻ വേണ്ടിയൊക്കെ ദൈവം എല്ലാവർക്കും തന്ന കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വേദഭാഗങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നമ്മൾ ഇൻട്രഡക്ഷനായിട്ട് ആയിരുന്നു ആ ഭാഗങ്ങൾ പറഞ്ഞത്. ഒരിക്കൽ കൂടി എല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് ആരെഴുതി എന്ന് നമ്മുടെ മലയാളം ബൈബിളിൽ എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ലേഖനത്തിലോ ഒരിടത്തും എഴുതിയിട്ടില്ല. പക്ഷേ കിങ് ജെയിംസ് വേർഷനിൽ നമ്മൾ പറഞ്ഞത് പൗലോസ് എഴുതിയതാണ് എന്ന് നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാൻ അതിന് ചില ഇൻറ്റേർണൽ എവിഡൻസ് നമ്മൾ പറഞ്ഞു, ചില എക്സ്റ്റേണൽ എവിഡൻസസും ഉണ്ട്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ചിന്തിച്ചതാണ്. പൗലോസാണ് ഈ ലേഖനം എഴുതിയതെങ്കിലും നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതുകൊണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നു. നമുക്കും അത് ഉപകാരമായി മാറും എന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ട ആൾക്കാർ പഠിച്ച് തർക്കിച്ചുകൊണ്ടൊക്കെ ഇരിക്കട്ടെ ആരെഴുതിയാണെന്നുള്ളത്. നമുക്കത് വിഷയമല്ല. ആരെഴുതിയാലും ദൈവാത്മപ്രേരിതമായതുകൊണ്ട് നമുക്കത് ഉപകാരപ്രദമായി തീരുമെന്ന് നമ്മൾ പരിപൂർണമായിട്ട് അത് വചനപ്രകാരം വിശ്വസിക്കുന്നു. രണ്ടാമത് നമ്മൾ കണ്ടത് ആർക്കെഴുതിയെന്ന് തോന്നി. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചു, പഠിക്കാനിടയായി. കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി കടന്നു പോകുന്ന എബ്രായ വിശ്വാസികൾ, പ്രതിസന്ധികൾ മാത്രമല്ല, ആ കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്ത് കടന്നു പോകുമ്പോൾ അവരുടെ വിട്ടിട്ടു പോകുന്ന ആ യഹൂദ പാരമ്പര്യത്തിലുള്ള അവരുടെ ബന്ധുക്കൾ, അവരുടെ സഹോദരങ്ങളൊക്കെ ഇവരെ തിരിച്ച് വീണ്ടും ആ ആരാധനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പണിപ്പെടുന്ന സാഹചര്യത്തിൽ അവർ വിശ്വാസത്തിൽ ക്ഷീണിതരായി പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ ദൈവാത്മാവ് അപ്പോസ്തലനിൽ കൂടെ, പൗലോസിൽ കൂടെ, നമ്മളങ്ങനെ ചിന്തിക്കുന്നത് പൗലോസിൽ കൂടെ ഈ ലേഖനം എഴുതി അവരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി എന്ന് നമ്മൾ പറയാനിടയായി. അത് യഹൂദന്മാർക്ക് എഴുതിയല്ലേ നമുക്കെന്തിനാണെന്ന് ചോദ്യം വേണ്ട. ഇതേ സാഹചര്യത്തിൽ ഞാൻ പറയാം, പലവിധമായിട്ടുള്ള നമ്മൾ കാഴ്ചപ്പാടുകൾക്കകത്തു നിന്ന് മുമ്പോട്ട് കടന്നു വന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ കടന്നു വന്ന് ഏകരായിട്ട് കടന്നു വന്നവരും കഷ്ടതയുടെ തീച്ചൂളയിലൊക്കെ ആയിരിക്കുന്ന അനേകരും ഉണ്ടെങ്കിൽ അവർക്കും ഒരു അനുഗ്രഹത്തിനായി അവരും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടുന്നതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനങ്ങളെ കൊടുത്തു എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരെ വിട്ടുപോകുന്ന ആ കാര്യങ്ങളെയൊക്കെ ഓർത്ത് അതിനകത്ത് ആരാധനയുണ്ട്, അവിടെ യാഗമുണ്ട്, അവിടെ മഹാപുരോഹിതനുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ വലിച്ചുകൊണ്ട് പോകും. അതുപോലെ നമുക്കറിയാം, ഈ സാധാരണ ക്രിസ്തീയ സമൂഹത്തിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ വന്നവരെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ എന്തുണ്ട്, ഞങ്ങളുടെ ഇവിടെ കണ്ടോ പള്ളിയുണ്ടോ, എത്ര പൊക്കമുള്ളതാ, അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛന്മാരെയൊക്കെ കണ്ടോ, എന്തൊക്കെയുണ്ടോ, വല്ല നിങ്ങളുടെ വല്ലതും ഉണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വാസി ക്ഷീണിപ്പിക്കാനും അതുപോലെ തന്നെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ വരുത്തി വയ്ക്കുവാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പൗലോസ് ലേഖനകർത്താവ് അവരെ എൻകറേജ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുവാനിടയായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ആർക്കെഴുതിയെന്ന് ചോദിച്ചാൽ നമുക്കും എഴുതി. നമ്മളും ഇതുപോലുള്ള പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്നവരാണ്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആവശ്യങ്ങൾ, ഇതുപോലുള്ള വിഷയങ്ങൾ, ദൈവവചനത്തിൻ്റെ പ്രത്യേകത അത് വായിച്ചാൽ ഏത് സാഹചര്യത്തിലുള്ളവർക്കും അവർക്കായിട്ടത് വെളിപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. അത് അവർക്ക് എഴുതിയതുകൊണ്ട് നമുക്കില്ല. ഞാൻ പറഞ്ഞു കോഴഞ്ചേരിക്കാർക്കെന്നല്ല, കൊരിന്ത്യർക്ക് എഴുതിയത് കൊണ്ട് കോഴഞ്ചേരിക്കാർക്കില്ലെന്നുള്ള ചിന്തയല്ല. ഞാൻ പറഞ്ഞു അവർക്ക് എഴുതിയെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭാജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലൊക്കെ ഇത് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് എഴുതി നമ്മൾ എന്തിനെഴുതിയെന്ന് നമ്മൾ ചിന്തിച്ചു. അത് പീഡനത്തിൻ്റെ സാഹചര്യത്തിൽ എഴുതിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതെന്നുള്ളതേ ഉള്ളൂ. തുടക്കത്തിൽ അത്രയും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എഴുതിയ സാഹചര്യം എപ്പോൾ എഴുതി നമ്മൾ പറഞ്ഞു AD 70 നമ്മൾ അവസാനത്തെ വാക്യത്തിൽ വായിച്ചു. തിമോത്തിയോസ് ജയിലിൽ നിന്ന്, കാരാഗൃഹത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്നുള്ള അവസാനത്തെ വാക്യത്തിൽ നമ്മൾ കാണുവാനിടയായി. അങ്ങനെ ആകുമ്പോൾ കാലവും നമ്മൾ കണ്ടു. അതുകൊണ്ട് ആ കാലത്തിലുള്ളവർക്കാന്നുള്ളതല്ല, ഇപ്പം നമ്മളും ഇതുപോലെ
ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കൂടെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. ഇന്ന് രാത്രികാലം നമ്മൾ അതിൻ്റെ പ്രായോഗികത പറഞ്ഞു. ദൈവവചനത്തിൻ്റെ പ്രായോഗികത എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് പറയുന്ന ആത്മീക സത്യങ്ങൾ അല്ലെങ്കിൽ ദൈവവചനത്തിലെ ആ വചന സത്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ വെളിപ്പെട്ടു വരുന്നില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന വചനങ്ങൾ വെറും ബൗദ്ധികമായി പോകും, ബുദ്ധിയുടെ മണ്ഡലത്തിലായിരിക്കും, നമുക്ക് ജീവനൊന്നുമില്ല. കാര്യം എന്താ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഏത് വാക്യം ചോദിച്ചാലും അറിയാം, ഏത് കാര്യങ്ങളും അറിയാം. എന്നാൽ ശത്രുവിനെ സ്നേഹിക്കണമെന്നറിയാം, പിന്നെ നമ്മൾ ഉപേക്ഷിക്കണമെന്നറിയാം, എല്ലാ കാര്യങ്ങളും ചോദിച്ചാലും അറിയാം. പക്ഷേ അത് നമ്മുടെ പ്രായോഗിക തലത്തിൽ വെളിപ്പെട്ടു വരുന്നില്ല, അതിന് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ ആ വചനം കൊണ്ട് യാതൊരു ഗുണവുമില്ല. അതിന് നമ്മൾ പറയുന്നത് ഡെഡ് ഡോക്ട്രിൻ എന്നാണ്, ചത്ത് കിടക്കുന്ന തിയോളജിയാണ്. അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കാലം നമ്മളെ സംബന്ധിച്ച് ഇത് എബ്രായ ലേഖനം എന്തിനാണെന്നോ ആർക്കെഴുതിയൊന്ന് പഠിച്ചങ്ങ് പോകുവാനല്ല, മറിച്ച് ഇതിനകത്തുനിന്നുള്ള ആത്മീയ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കലിങ്ങുന്ന അവസാനിപ്പിക്കുകയാണ്. നമുക്കിന്ന് ഇൻട്രൊഡക്ഷൻ്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു. ഇന്ന് രാത്രിയിൽ ഈ എബ്രായ ലേഖനം നിങ്ങൾ മുഴുവൻ വായിച്ച് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അതിനകത്ത് പല നിലകളിൽ ഈ എബ്രായ ലേഖനത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്ന നിലകളുണ്ട്. നമുക്കത് പഠിക്കുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പല സാഹചര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉദാഹരണം പറഞ്ഞായിരുന്നു, യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി പറയുന്ന നിലയിൽ നമുക്ക് ഈ പുസ്തകത്തെ മുഴുവൻ പഠിക്കാൻ പറ്റും. കാര്യം അതിനകത്ത് അതിനുള്ള നിലയിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ മുന്നറിയിപ്പുകൾ, വിശ്വാസികൾക്കുള്ള മുന്നറിയിപ്പുകൾ എന്നുള്ള നിലയിൽ നമുക്ക് വേണമെങ്കിൽ എബ്രായ ലേഖനത്തെ പഠിക്കാൻ പറ്റും. കാര്യം അനേക മുന്നറിയിപ്പുകൾ ഈ വചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ ഈ വചനം പഠിച്ചപ്പോൾ എനിക്ക് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ഈ വേർതിരിവുകളൊക്കെ തിയോളജിക്കലി പഠിക്കുന്ന വേർതിരിവുകളാണ്. എന്നാൽ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന കാര്യമാണ് ഞാൻ ഈ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ കാര്യം നമ്മളെ സംബന്ധിച്ച് അവിശ്വാസിയാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ് ഈ ലേഖനത്തിൽ ഉടനീളം കാണാം. ആ നിലയിൽ ഈ വിഷയത്തെ പഠിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു കാര്യം. പക്ഷേ ഞാനിത് രണ്ടും ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. വളരെ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് എളുപ്പമായിരിക്കും. ഞാൻ പറഞ്ഞു, ഒന്ന് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി പറഞ്ഞ് നമുക്ക് ഈ പുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതിനകത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് സൂചിപ്പിച്ച് കടന്നു പോകാം. ഒന്ന്, ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, യേശു കർത്താവിൻ്റെ ശ്രേഷ്ഠത പറയുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ഈ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ യഹൂദ എബ്രായ വിശ്വാസികളെ സംബന്ധിച്ച് അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ മുമ്പിൽ അവരെ പിൻവലിച്ചു കൊണ്ടുപോകുമ്പോൾ അവരുടെ ക്രിസ്ത്യാനിത്വത്തെക്കാളും വലിയ കാര്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ശ്രേഷ്ഠരായിട്ടുള്ള മോശയുണ്ട്, ആരാധനയുണ്ട്, യാഗങ്ങളുണ്ട്, അവിടുത്തെ മന്ദിരമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ വലിച്ചു കൊണ്ടുപോകുന്ന സ്ഥാനത്തെ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത അവരെ വിശദീകരിക്കുകയാണ്. നമുക്ക് ഞാൻ പറയാം, ഒന്നാമത് ദൈവജനം ഇവരെ പറ്റി പറയുന്നത് പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ പറ്റി ആദ്യം പറയുന്നത്. ഞാനത് ശ്രേഷ്ഠതയെ പറ്റി പറയുക, പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠന്മാരായത്. നമുക്ക് അതിൻ്റെ ഒരു വാക്യം ഒന്ന് പെട്ടെന്ന് ഏതൊക്കെ നിലയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്നൊന്ന് മനസ്സിലാക്കി നമുക്ക് പോകാം. ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഒന്ന് വായിച്ചോ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അത്ര മതി. ഇവിടെ ഈ ലേഖനം എഴുതുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, പ്രവാചകന്മാരിൽ കൂടെ ദൈവം പണ്ട് അരുളി ചെയ്തിരുന്നു, അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു. പക്ഷെ പ്രവാചകന്മാർക്ക് എങ്ങനെ മാത്രമേ കിട്ടിയുള്ളൂ? ഭാഗമായിട്ട് മാത്രമേ കിട്ടിയുള്ളൂ. എന്നാൽ പുത്രൻ മുഖാന്തരം നമ്മളോട് എന്ത് ചെയ്യുന്നു? അരുളി ചെയ്തിരിക്കുന്നു. പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ ഈ പറയുന്ന അവർ പറയും, യഹൂദ ഈ എബ്രായ വിശ്വാസികൾ പറയും, അച്ഛാ ഞങ്ങൾക്ക് ആരൊക്കെ ഉള്ളതെന്നറിയാമോ? പ്രവാചകന്മാരുടെ നീണ്ട ലിസ്റ്റുണ്ട് അവർക്ക്. അവരുടെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ യെശയ്യാവ്, യിരെമ്യാവ്, വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ, പിന്നെ ദാവീദ്,
പിന്നെ നോക്കിയ മോശ, ഇങ്ങനെയൊക്കെ പറയുന്നവരെല്ലാം പ്രവാചകന്മാരുടെ നീണ്ട നിരയുണ്ട്. പക്ഷേ ഈ ലേഖനം എഴുതുമ്പോൾ തന്നെ ലേഖനകർത്താവ് അവരോട് പറയുക, നിങ്ങൾ പ്രവാചകന്മാരെക്കാളും വലിയവരൊക്കെ നിങ്ങൾ പ്രവാചകന്മാർ വലിയവരാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. പക്ഷേ അവർക്ക് കിട്ടിയ വെളിപ്പാടുകൾ അത്രയേ ഉള്ളായിരുന്നു, ഭാഗമായിട്ടേ ഉള്ളായിരുന്നു. എന്നാൽ എന്ത് ചെയ്യുന്നു? പുത്രൻ മുഖാന്തരം നമ്മളോട് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പൂർണ്ണമായി അറിയിച്ചിരിക്കുന്നു. പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവാചകന്മാര് വിവരിച്ച വിവരണം കൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥമായി ദൈവത്തെ അറിയാൻ പറ്റും. പക്ഷേ അത് മുഴുവൻ പണ്ട് നമുക്കറിയാം, ഈ ഭാഗമായിട്ട് അറിഞ്ഞാലുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ കേട്ടുള്ള കഥ, കുറേ പൊട്ടക്കണ്ണന്മാർ ആനയെ കാണാൻ പോയ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. പൊട്ടക്കണ്ണന്മാർ ആനയെ കാണാൻ പോയി. ഒരുത്തൻ ചെന്നിട്ട്, കേട്ടിട്ടുള്ള സംഭവമായിരിക്കും നിങ്ങൾ, ഒരുത്തൻ ചെന്ന് കാലയെ പിടിച്ചിട്ട് പറഞ്ഞു, കണ്ണ് കാണത്തില്ല, ആനയെന്ന് പറയുന്നത് വലിയൊരു വലിയൊരു തൂണ് പോലാന്ന് പറഞ്ഞു ഒരാൾ. ആന ഒരു തൂണ് പോലാന്ന്. വേറെ ഒരാൾ എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ ചെവിയെ പിടിച്ചു പറഞ്ഞു, ഇത് മുറം പോലാന്ന് പറഞ്ഞു. വേറൊരുത്തൻ അതിൻ്റെ വാലയെ പിടിച്ചിട്ട് പറഞ്ഞു, ചൂല് പോലാന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നിനെ പിടിച്ചേച്ച് എന്ന് പറഞ്ഞാൽ ഇത് അതിൽ തന്നെ ശരിയായിരിക്കും. അതിന് ചൂല് പോലുള്ള ഭാവമുണ്ട്, മുറം പോലുള്ള ഭാവമുണ്ട്, പിന്നെ മറ്റേ പറഞ്ഞെന്തോ തൂണ് പോലെ, ഞാനെല്ലാം മറന്നു, തൂണ് പോലുള്ള ഭാവമുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നതെല്ലാം ശരിയാ. പക്ഷെ ഇത് ഭാഗമായിട്ടാണ്. പക്ഷേ ഇവരോട് പറയുകയാണ്, നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയ വെളിപ്പാടും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതുമൊക്കെ ഭാഗമായിട്ട് മാത്രമാണ്. എന്നാൽ അതുകൊണ്ട് പ്രവാചകന്മാർക്ക് ലഭിച്ച വെളിപ്പാടിനേക്കാളും വലിയ വെളിപ്പാട് നമുക്ക് പറഞ്ഞു തന്നവനാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്നാമത് സുപ്പീരിയോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, അവൻ പ്രവാചകന്മാരെക്കാൾ വലിയവനാണെന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. രണ്ടാമത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞെന്ന് തോന്നുന്നു, രണ്ടാമത് അവരുടെ വലിയൊരു ചിന്ത എന്ന് പറയുന്നത്, അവർക്ക് ഏറ്റവും വലിയ ആളായിരുന്നു അവർ പറയുന്നത് ഏഞ്ചൽസ്. നമുക്ക് ഗലാത്യ ലേഖനം ഒന്നെടുക്കാം. ഗലാത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഒന്നെടുക്കാം. ഗലാത്യ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചോ. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. മതി. അതായത് ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ദൂതന്മാരുണ്ട്. കാര്യം ദൈവത്തിൻ്റെ പ്രമാണം ഞങ്ങൾക്ക് നൽകിയ, ആദ്യം പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞു, പ്രവാചകന്മാരെക്കാളും വലിയവനാണ് യേശു ക്രിസ്തു എന്ന് അവരോട് പറഞ്ഞു കൊടുത്തു. കാര്യം ഇന്നത്തെ കാലത്ത് നമ്മളും ഇത് മനസ്സിലാക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇന്ന് ഭയങ്കര ദൈവത്തെക്കാളും വലിയ നിലയിൽ പ്രവാചകന്മാരെ കാണുന്ന കാലമാണ് നമ്മൾ. ഈ ഒത്തിരി പേരെ കണ്ടുണ്ട്, അച്ഛാ അവിടെ ഒരു പ്രോഫറ്റ് വന്നിട്ടുണ്ട്, പിന്നെ പോവാ എന്ന് വെച്ചാൽ ദൂത് കേൾക്കാൻ വേണ്ടി ഭയങ്കര. ഞാൻ അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ദൂതുകൾ നമ്മളോടൊക്കെ ചേർത്ത് വായിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവനേക്കാളൊക്കെ യേശു കർത്താവ് വലിയവൻ. യേശു കർത്താവിൽ കൂടെ കിട്ടിയ ആ വെളിപ്പാടും ഏറ്റവും, എന്നാ ഞാൻ പറഞ്ഞ പോലെ, അത് ഫൈനൽ റെവലേഷനാണ്. നമ്മളെ പറ്റിയുള്ള എല്ലാ വെളിപ്പാടും, പ്രവാചകന്മാർക്ക് ലഭിക്കാത്ത വെളിപ്പാടൊക്കെ യേശു കർത്താവിൽ കൂടെ നമുക്ക് ലഭിക്കും, ഈ വചനത്തിലുണ്ട്. നേരം അത് പറഞ്ഞു. രണ്ടാമത് ദൂതന്മാരെ പറ്റി പറയുക. ഇവർ പറയുക, അയ്യോ ഞങ്ങൾക്ക് ദൂതന്മാർ വഴിയാണ് ഈ പ്രമാണമൊക്കെ ലഭിച്ചത്, ഞങ്ങൾ അങ്ങനെ ദൂതന്മാരെയൊക്കെ വിട്ടേച്ച് പോരാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത വരും. നമ്മൾ ഈ എബ്രായ ലേഖനത്തിനെ വായിക്കുമ്പം അതിൻ്റെ 2-ാം അധ്യായത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്, ഈ ദൂതന്മാരെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് 2-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചോ. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും അത്ര മതി. അതായത് പറയുന്നതിന്റെ കാര്യം, ഈ ദൂതന്മാർ മുഖാന്തരം അവർക്ക് എന്ത് ലഭിച്ചിരുന്നു? വചനം. ഞാൻ പറഞ്ഞ ഗലാത്യ ലേഖനത്തിൽ വായിച്ചത് വന്നാൽ ഇവർക്ക് കിട്ടിയ പഴയ നിയമം ദൂതന്മാർ മുഖാന്തരമാണ് ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തത്. അന്നേരം ഇവരെ സംബന്ധിച്ചു, അയ്യോ ഞങ്ങൾക്ക് ദൂതന്മാരുണ്ട്. ആദ്യം പ്രോഫറ്റ് ഉണ്ടായിരുന്നു, അവനേക്കാളും വലുതാന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ദൂതന്മാരുണ്ട്. അതുകൊണ്ട് ഇവർ ചില സമയത്ത് എന്താണെന്നറിയാമോ, നമുക്കറിയാം ഈ ചില ആൾക്കാർ ഈ കിട്ടുന്നവരെ ദൈവത്തെ പോലെ ചില ആൾക്കാരെ കാണുന്നത്, ചില ഈ ദൂതൊക്കെ തരുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അവരുടെ കാലിൽ വീഴുന്നു, അവരെ പൂജിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇവർക്കും അങ്ങനെ പറ്റി. അതുകൊണ്ടാണ് നമ്മൾ കൊലോസ്യ ലേഖനത്തിലാന്ന് തോന്നുന്നു, കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യം എടുത്തു. കൊലോസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ
കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അതിനകത്ത് അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചേ. അവിടെ ദൂതന്മാർ അവിടെ ആണെന്ന് തോന്നുന്നു. അത് സോറി, അതിൻ്റെ അതല്ല, അതിൻ്റെ 18-ാം വാക്യം വായിച്ചു. 18-ാം വാക്യം 2:18. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് പ്രവേശിക്കുകയും. മതി. ഇവിടെ ഈ ദൂതന്മാർ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെന്ത് ചെയ്തു? അവസാനം ഈ ദൂത് കൊടുക്കുന്നവരെ എന്ത് ചെയ്യുക? ആരാധിക്കുക. അതാ പറഞ്ഞു, മനുഷ്യന്റെ ഒരു അവസ്ഥ വിവരിക്കാൻ വേണ്ടിയാ. ദൂതന്മാർ അവർക്ക് എന്ത് ചെയ്തു? അവർക്ക് ദൈവത്തിന്റെ വചനത്തെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ കൊടുത്തു. അതവർ സ്വീകരിച്ചു. അതിൻ്റെ വലിപ്പം അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്. എന്നാൽ ഈ കൊടുക്കുന്നവരെ ദൈവത്തെക്കാളും വലുതായിട്ട് കണ്ടിട്ട് അവരെ ആരാധിക്കുക. ഇപ്പം യേശു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ സഭയിലുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ ആരാധന നടക്കാണ്ടെങ്കിൽ പ്രോഫറ്റ് വരികയാണെന്ന് അച്ഛാ അവിടെ ഒരു പ്രോഫറ്റ് ഉണ്ട് വിട്ടോടാന്ന് പറഞ്ഞൊരു പോക്ക് പോകും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവസാനം ഈ ദൂതന്മാരെ ആരാധിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലെ ദൈവത്തിൻ്റെ ദൂത് വരുന്നവരൊക്കെ അങ്ങ് എന്ത് ചെയ്യുക? കർത്താവിനേക്കാളും വലുതായിട്ട് കാണുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരുക. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരോട് ഈ എബ്രായ വിശ്വാസികൾക്ക് അവർക്ക് നമുക്കറിയാം ദൂതന്മാരെ പറ്റി പറയുമ്പോൾ അവരുടെ എബ്രായ ചരിത്രം നമ്മൾ വായിച്ചാൽ ദൂതന്മാർക്ക് വലിയ പങ്കാണ്. നമ്മൾ ഇപ്പം യേശു കർത്താവിൻ്റെ ജനനം വായിക്കുമ്പോൾ ആ ജനനത്തിൽ തന്നെ എത്ര പ്രാവശ്യം ദൂതന്മാർ വന്നിട്ടുണ്ടെന്നറിയാമോ? ദൂതന്മാരവിടെ ആദ്യം ദൂതന്മാർ ഈ അവിടെ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നവർക്ക് മറിയയ്ക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പലർക്കും ദൂതന്മാർ എന്നിട്ട് ഇവർ ദൂതന്മാരെ വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ദൂതന്മാർ നമ്മളിവിടെ വായിക്കുമ്പോൾ ഈ ഭാഗത്ത് വായിക്കുമ്പോൾ ദൂതന്മാരാരാണ്? എന്തുകൊണ്ട് ക്രിസ്തു അവരെക്കാളും ശ്രേഷ്ഠരാണ്? ഇപ്പം നമ്മളെ സംബന്ധിച്ച് യഥാർത്ഥ ദൈവമക്കളെ സംബന്ധിച്ച് ഇപ്പോൾ ദൂതന്മാരെക്കാളും വലിയവനാണ് യേശു നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമുക്ക് സാധാരണ ഒരു വിശ്വാസിക്ക് അറിയാം ദൂതന്മാരെക്കാളും വലുതാണ്. പക്ഷേ ദൂതന്മാരെ അല്ലെങ്കിൽ ദൂതുവാഹികളെ ദൂത് ലഭിക്കുന്നവരെ ദൈവത്തെക്കാളും വിലയുള്ളവരായിട്ട് കാണുന്നവരുണ്ട്. അത് പെന്തക്കോസ്തുകളിലും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ്റ്റർമാരെയൊക്കെ ഭയങ്കര ദൈവത്തെക്കാളും ഭയമാണ് പാസ്റ്റർമാർ. ചില ആൾക്കാർ കണ്ടു ദൈവത്തെക്കാളും ഭയം പാസ്റ്റർമാർക്ക്. എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ആരാധന മാറിപ്പോകുന്നത്. ഇവിടെ നമ്മൾ ഈ എബ്രായ ലേഖനത്തിൽ വരുമ്പം ഇവിടെ നമ്മൾ ദൂതന്മാരെക്കാൾ വലിയവരാണെന്ന് തെളിയിക്കുന്ന താഴോട്ട് പിന്നെ അതാ പറയുന്നത്. അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചോ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലോ കീഴ്പ്പെടുത്തിയത്. ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. അത് 5-ാം വാക്യമല്ലേ വായിച്ചേ? ഓക്കെ. 5-ാം വാക്യം എബ്രായർ 2:5. 2-ന്റെ അല്ല 1:5. സോറി, 1:5 വായിക്കാനാ പറഞ്ഞത്. നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നേരിട്ട് പറയുക. ദൂതന്മാരോട് ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇവരോട് പറയുക നിങ്ങൾ ചിന്തിക്കുന്ന വലിയ കാര്യമുണ്ടല്ലോ, അങ്ങനെയൊന്നുമല്ല കാര്യം. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുക ഇങ്ങനെ പറഞ്ഞത് ആരോടെ പറഞ്ഞിട്ടുള്ളൂ? പുത്രനോടെ പറഞ്ഞിട്ടുള്ളൂ. പുത്രനോട് പറഞ്ഞ കാര്യമാണ് എന്ത് ചെയ്തു? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചോ. 4-ാം വാക്യം. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. വീണ്ടും പറയുക, യേശു കർത്താവ് ചെയ്ത പ്രവൃത്തിയെ നോക്കിയിട്ട് പറയുക ദൂതന്മാരെക്കാളും ശ്രേഷ്ഠം. പിന്നെ നമ്മളിപ്പോ വായിച്ച ഭാഗത്ത് ദൂതന്മാരോട് പറയാത്ത കാര്യം പുത്രനോട് പറയുക. നീ എൻ്റെ പുത്രനാണെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ 6-ാം വാക്യം വായിച്ചോ. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. ചതുജോഗി വീണ്ടും പറയുകയാണ്, ഇത് ആരോട് പറഞ്ഞിട്ടില്ല? ദൂതന്മാരോട് പറഞ്ഞിട്ടില്ല. പക്ഷേ തന്റെ ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ പറഞ്ഞു? എല്ലാവരും അവനെ, ദൈവത്തിന്റെ സകല ദൂതന്മാരും എന്ത് ചെയ്യണം? അവനെ നമസ്കരിക്കണം. അപ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ള ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം ദൂതന്മാരെക്കാളും വലിയവനായ ക്രിസ്തുവിനെ പറ്റി അവിടെ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ വീണ്ടും കാണാം, വായിച്ചോ.
അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നുവെന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. ദൂതന്മാരെ പറ്റിയുള്ള അവിടെ ക്വാളിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ. എന്താ? ശുശ്രൂഷകന്മാരാക്കുന്നു. ആ വാക്ക് പറഞ്ഞ് ശ്രദ്ധിക്കുക. അഗ്നിജ്വാലകളെ തൻ്റെ ദൂതന്മാരും അവരെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. ഞാൻ പറഞ്ഞ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വാക്യങ്ങളിലെല്ലാം ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണ് ക്രിസ്തു എന്ന് പറയുകയാണ്. അതിന്റെ 13-ാം വാക്യത്തിൽ വായിച്ചു. 13-ാം വാക്യത്തിൽ വായിക്കും, വീണ്ടും വായിക്കുന്നുണ്ട്. വായിച്ചു 13-ാം വാക്യം. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ശ്രദ്ധിക്കുക, വീണ്ടും അവരോട് ചോദിക്കുക. ഇങ്ങനെ ചോദിക്കുക, ഇങ്ങനെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൂതന്മാരോട് ആരെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം താൻ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത ഈ വേദഭാഗത്ത് പറയുകയാണ്. അതുപോലെ നമ്മൾ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിച്ചപ്പോഴും അവിടെ നമ്മൾ വായിക്കുന്നു, ഈ ഭാവി ലോകത്തെ ആർക്ക് കീഴ്പ്പെടുത്തിയിട്ടില്ല? ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. അപ്പോൾ ഇവരോട് രണ്ടാമത്തെ ഒന്ന്, ക്രിസ്തു ആരേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞു? പ്രോഫറ്റ്സിനേക്കാളും, പ്രവാചകൻ അവർക്ക് ഭാഗമായിട്ടേ കിട്ടിയിട്ടുള്ളൂ. രണ്ടാമത് ദൂതന്മാരെക്കാൾ എന്ന് വെച്ചാൽ അവരോട് പറഞ്ഞിരിക്കുന്നത് പുത്രനെ ആരാധിക്കണമെന്ന്, അവനെ വണങ്ങണം, നമസ്കരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ ആരും പുത്രൻ എന്ന് വിളിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത പറയുന്നുണ്ട്. മൂന്നാമത് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്തത് അവരുടെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് മോശയാണ്. ഞങ്ങൾക്ക് ന്യായപ്രമാണം തന്നത്, ഞങ്ങളെ ചെങ്കടലിൽ കൂടെ ഞങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നവര്, ഇങ്ങനെ എല്ലാം പറഞ്ഞ് മോശയെ വലിയവനായിട്ട് കാണുക. അതിൻ്റെ നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. ഭവനത്തെക്കാളും 3-ന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചോ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയെക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. അവരോട് പറയുക, ഈ എബ്രായ ക്രിസ്ത്യാനി പറയോ മോശ ഞങ്ങൾക്കുണ്ട്. ചില ആൾക്കാർ പറയുന്ന അച്ഛാ ഞങ്ങൾക്ക് ഇന്ന ആൾക്കാരുണ്ട്, ഞങ്ങൾ വലിയ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ വന്നപ്പം എവിടുന്ന ഈ തോമാസ് ലീഗ വന്നപ്പോൾ ഞങ്ങൾ വന്നു, ഞങ്ങൾക്ക് വലിയ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യമൊക്കെ ഭയങ്കര ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ പറയുന്ന ഒരു കൂട്ടമാണ്. ഞാൻ പറഞ്ഞത് നമ്മളെ തന്നെ ചിന്തിക്കാൻ വേണ്ടി, നമ്മൾ കുടുംബ പാരമ്പര്യം പറയുന്നത് പോലെ അവരുടെ പാരമ്പര്യം അവർ പറയുന്നതാണ്. കർത്താവ് യേശു അതിനേക്കാളൊക്കെ വലിയവനാണ്, നിങ്ങളുടെ മോശയേക്കാൾ വലിയവനാണ്. ഇനി 4-ാം അധ്യായത്തിൻ്റെ എടുത്തു വെക്കണ്ട, ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇനി 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം, മഹാപുരോഹിതന്മാരെക്കാളും ശ്രേഷ്ഠനായ യേശു കർത്താവ്. 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചു. പെട്ടെന്ന് നമ്മൾ ഈ ഭാഗങ്ങൾ ഇന്ന് ഓടിപ്പോന്നേ ഉള്ളൂ. 4:14. പുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം മതി. ഇവിടെ പറയാം, മറ്റേ മഹാപുരോഹിതന്മാർക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ഇവന് ഇതുവഴി കടന്നു പോയതാ, ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് നമുക്കുണ്ട്. അന്നേരം ഇവരോട് പറയുക, നിങ്ങൾ കണ്ട മഹാപുരോഹിതന്മാരൊക്കെ ഉണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ ആയിട്ടുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു 5-ന്റെ 1 മുതൽ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനുമാണ്. ഇവിടെ പറയുകയാണ് ഈ കാര്യം എന്താ, ക്രിസ്തു വ്യത്യസ്തനാകാനുള്ള കാരണം ലോകത്തിൽ നിന്ന് എടുത്ത വ്യക്തികളെ പോലുള്ള പുരോഹിതനല്ല, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അതുകൊണ്ടാണ് നമ്മൾ 14-ാം വാക്യത്തിൽ വായിച്ചത്, ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് നമുക്കുള്ളത് കൊണ്ട്. അന്നേരം അവരെ പരിചയപ്പെടുത്തുക, നമ്മുടെ കർത്താവ് നിങ്ങളിനി മഹാപുരോഹിതൻ വല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഹാപുരോഹിതനേക്കാളും ശ്രേഷ്ഠനാ. നമ്മളിപ്പോൾ പറഞ്ഞു പ്രോഫറ്റ്സിനേക്കാൾ, ഏഞ്ചൽസിനേക്കാൾ, അതുപോലെ തന്നെ മോശയേക്കാൾ, പിന്നെ 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യോശുവേക്കാൾ വായിക്കുന്നുണ്ട്, ഞാൻ എടുത്തില്ലെന്നുള്ളൂ. യോശുവേക്കാൾ, മഹാപുരോഹിതന്മാരെക്കാൾ. ഇനിയും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പം ഈ മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ ഇവൻ്റെ അന്നേരം പറയാം, അച്ഛാ നിങ്ങൾക്ക് ഞങ്ങളുടെ മഹാപുരോഹിതന്മാരൊക്കെ ലേവ്യ പൗരോഹിത്യമുള്ളവരായിരുന്നു, ഇവനും അങ്ങനെയൊക്കെ വല്ല ഉള്ളതായിരിക്കും. അന്നേരം അതിനേക്കാളും വലുതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നമ്മൾ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചോ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും
നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ആ. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. ഇവര് ചോദിച്ചു, ഞങ്ങൾക്ക് ലേവ്യ പൗരോഹിത്യം ഉണ്ടല്ലോ, ലേവ്യ പുരോഹിതന്മാരുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ലേഖനകർത്ത അവരോട് പറയുക, നിങ്ങൾ പറയുന്ന ലേവ്യ പൗരോഹിത്യത്തെക്കാളും വലിയ പൗരോഹിത്യമാണ് ക്രിസ്തു പ്രാപിച്ചിരിക്കുന്നത്. അവൻ മഹാപുരോഹിതനായിരിക്കുന്നത് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ്. അത് വേറൊരു പൗരോഹിത്യം, നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വരുമ്പോൾ ഞാനത് പറയാം. ലേവ്യ പൗരോഹിത്യം അവർ പഠിച്ചിരിക്കുന്നത്, അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ക്രിസ്തു ലേവ്യ പൗരോഹിത്യത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പറയുന്ന ഈ നിങ്ങളുടെ പിതാക്കന്മാരെടുത്തിരിക്കുന്ന ആ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ അകത്തുനിന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തെളിയിക്കുക. എന്നിട്ട് അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെയും അത് പറഞ്ഞു താൻ ആ ഭാഗത്തെ വിശദീകരിക്കുന്നുണ്ട്. 6-ന്റെ 20 വായിച്ചോ. അവിടേക്ക് യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചുമിരിക്കുന്നു. അവിടെ ഏതിന്റെ ക്രമപ്രകാരം? ലേവ്യ പൗരോഹിത്യ പ്രകാരമല്ല, മൽക്കിസദേക്കിന്. ഇവരോട് പറയുക, നിങ്ങൾ പറയുന്നത് ഈ മനുഷ്യന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. എന്നാൽ യേശു കർത്താവ് കയറിയിരിക്കുന്നത് ലേവ്യ പൗരോഹിത്യമല്ല, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം. എന്നിട്ടാണ് 7-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ, ഞാനത് പിന്നെ വരും വിശദീകരിക്കാം. അവിടെ 7-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ ഈ മൽക്കിസദേക്കിനെ പറ്റി വിശദീകരിക്കുക. 7-ന്റെ 1 മുതൽ അവനെ 4-ാം വാക്യം എന്നാ പറയുന്നത്, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. അത് ഞാൻ വരുമ്പോൾ അന്ന് വിശദീകരിക്കുക. അവിടെ ഇപ്പം ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അവനോട് പറയുക, നിങ്ങൾ പറയുന്ന പൗരോഹിത്യം ലഭിച്ച ലേവ്യ പൗരോഹിത്യം ലഭിച്ച വ്യക്തി അവരുടെ പാരമ്പര്യ പിതാവെ അബ്രഹാം എന്ത് ചെയ്തു? മെൽക്കിസദേക്കിന് കൊണ്ടുവന്ന് ദശാംശം കൊടുത്തു എഴുതിയിട്ടുണ്ട്. അതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ അത് എഴുതുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ ലേവ്യ പുരോഹിതൻ പോലും മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തെന്ന് പറഞ്ഞാൽ ലേവ്യ പൗരോഹിത്യത്തെക്കാളും വലുതായിരുന്നു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് അവരോട് പറയാം. എന്നിട്ട് നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് പിന്നെ നമ്മൾ വരുമ്പോഴത്തേന് അതിൻ്റെ 5-ാം അധ്യായമല്ല, പിന്നീട് നമ്മൾ അതിൻ്റെ ഉടമ്പടികളെ പറ്റി 8-ാം അധ്യായത്തിലേക്ക് വരുന്നത്. അവർക്ക് ലഭിച്ച ഉടമ്പടികൾ ഞാൻ എല്ലാം ഇങ്ങനെ പറഞ്ഞു പോവുക. അന്നേരം അവർക്ക് ലഭിച്ച ഉടമ്പടികൾ, അവരുടെ പൗരോഹിത്യം, പിന്നെ അവരുടെ യാഗങ്ങൾ, അവർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രേഷ്ഠനാണെന്നാണ് ഈ ഭാഗത്ത് പറഞ്ഞു എന്ന് വെച്ചാൽ യേശു കർത്താവ് എല്ലാത്തിലേക്കാളും ശ്രേഷ്ഠനാണ്. ഇനി ഉടമ്പടി 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരോട് പറയുകയാണ്, അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ, നമ്മുടെ മലയാളത്തിൽ നിയമം 1-ാമത്തെ ഉടമ്പടി എന്ന 1-ാമത്തെ ഉടമ്പടി അവർക്ക് കൊടുത്തത് കുറവുള്ളതായിരുന്നു. അവരോട് പറയുക, നിങ്ങൾ പറയുന്നതിൽ ഉടമ്പടിയൊക്കെ ഉണ്ടെന്ന്, ആ ഉടമ്പടി കുറവുള്ളതായിരുന്നു. എന്നാൽ അതിനേക്കാളും ശ്രേഷ്ഠകരമായ ഉടമ്പടിയാ ക്രിസ്തുയേശുവിൽ കൂടെ ലഭിച്ചു. അതുകൊണ്ട് 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ അതിൽ സ്ഥാപിതമാണ്. എന്നിട്ട് അതേ രണ്ടാമത് പറയുന്നത് വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ യേശു കർത്താവിൻ്റെ ശ്രേഷ്ഠത വിശദീകരിക്കുക. ഏതു നിലയിലും നമ്മൾ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവൻ ദൈവമെന്നുള്ള നിലയിൽ, അവൻ പുത്രനായിട്ട്, പുത്രനാം തമ്പുരാനായി, പുത്രനാം ദൈവമായിട്ട് അവനെ നമുക്ക് കാണാൻ സാധിക്കും. അവൻ നമ്മൾ ആദ്യം വായിച്ച പോലെ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായി, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി, ഇവരുടെ മോശയേക്കാൾ ശ്രേഷ്ഠനായി, അവരുടെ മഹാപുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനായി, അവരുടെ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠ പൗരോഹിത്യം ലഭിച്ചവനായി, അവരുടെ ഉടമ്പടിയേക്കാൾ വലിയ ഉടമ്പടി ലഭിച്ചവനായി, ഇങ്ങനെ പറഞ്ഞ് ഈ ലേഖനം ആദ്യോടന്തം നമ്മൾ വായിച്ചാൽ യേശു കർത്താവിൻ്റെ ശ്രേഷ്ഠതയെ പറ്റി പറയുകയാണ്. നമ്മൾ അതിൻ്റെ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 8-ാം അധ്യായം തന്നെ വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചോ. എന്നാൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്തത്, അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുക. ആരെയാ എന്ന് പറയുക? ഈ പഴയ ആരാധനയെ നോക്കിട്ടാ, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് പറയാ. പുതിയൊരു നിയമം, പുതിയൊരു ഉടമ്പടി ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ 12-ാം വാക്യം വായിച്ചു. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പിന്നീട് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. പുതിയൊരു ഉടമ്പടിയുടെ പ്രത്യേകത അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രേഷ്ഠകരമായ വാഗ്ദത്തങ്ങളാൽ അധിഷ്ഠിതമായ ഉടമ്പടി. ആ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാപങ്ങളെ ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, ഓർക്കത്തില്ല എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠകരമായ ഉടമ്പടി.
ഇനി 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ വായിച്ചു, അതൊന്ന് വായിച്ചു. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. കർത്താവ് ചെയ്ത യാഗ ശുശ്രൂഷ അവരുടെ യാഗത്തെക്കാളും ശ്രേഷ്ഠമായിരുന്നു. അതിന്റെ പ്രത്യേകത എന്താ? അവര് പഴയ നിയമത്തിലെ പുരോഹിതമായ ആടുകളുടെയും കാളകളുടെയും ഒക്കെ രക്തം കൊണ്ട് വരുമ്പോൾ നമ്മളിവിടെ വായിക്കുകയാണ്, യേശു കർത്താവ് ചെയ്ത യാഗത്തിന്റെ പ്രത്യേകത അങ്ങനല്ല, സ്വന്തം രക്തത്താൽ തന്നെ എന്ത് ചെയ്തു? വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിട്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗത്തിൽ മാത്രമല്ല, യാഗം കൊണ്ട് ലഭിക്കുന്ന ഔട്ട്കമ്മിലും അവൻ ശ്രേഷ്ഠനായിരുന്നു. അവര് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ്, അതാ അവരെ പറ്റി പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞൊരു ചുരുക്കം അതിൻ്റെ ഫലം. ഇനി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഓരോ അധ്യായം ഞാൻ ജസ്റ്റ് ഒന്ന് പോകുന്നുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ ഒരു നിഴലായിരുന്നു. വായിച്ചോ ഒന്ന്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട്. പഴയ നിയമത്തിലെ ന്യായപ്രമാണം, ഈ അവർക്ക് കൊടുത്തിരുന്ന കമാൻഡ്മെന്റ് ഒക്കെ വെറും നിഴലായിരുന്നു. പൊരുളായതിലാ ക്രിസ്തു വന്നത് എന്ന് പറയുമ്പോൾ ഇത്ര ശ്രേഷ്ഠകരമാണ് കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ എബ്രായ ജനതയോട്, ഈ യഹൂദ ജനത്തിൽ വിശ്വാസത്തിൽ വന്നവരോട് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന വിഷയം എല്ലാ നിലയിലും, ആ തുടക്കം മുതൽ ഒടുക്കം വരെ ക്രിസ്തീയ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിത്വം, ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഏതൊക്കെ നിലയിലായാലും, യാഗത്തിലായാലും, ഉടമ്പടിയിലായാലും, പൗരോഹിത്യത്തിലായാലും, അതുപോലെ തന്നെ അവരുടെ നമ്മൾ വായിച്ച മഹാപുരോഹിതനായാലും, അതുപോലെ മോശയെക്കായാലും ദൂതന്മാരെക്കായാലും എല്ലാ നിലയിലും ശ്രേഷ്ഠകരമായൊരു ശുശ്രൂഷ ക്രിസ്തുവിൽ കൂടെ കൊണ്ടുവന്നു. അതുകൊണ്ട് നിങ്ങൾ പിന്മാറിപ്പോകരുത് എന്നുള്ളതാണ് പറയുന്നതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് നമ്മൾ വായിക്കുമ്പോൾ വാഗ്ദത്തം, ഇനി അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 11-ാം അധ്യായം എടുത്തു. 11-ാം അധ്യായത്തിൻ്റെ നമുക്കറിയാവുന്ന വാക്യം, 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്കറിയാം. വിശ്വാസത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. അവിടെയും പറയുമ്പോൾ ആ ഡെഫിനിഷൻ്റെ അകത്ത് വായിച്ച അതിൻ്റെ 1-2 വാക്യം ഒന്ന് വായിച്ച 11-ന്റെ 1-2. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവുന്നു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന അത്രയും മതി. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാവും, അതിനാലല്ലോ പൂർവന്മാർക്ക് എന്ത് ചെയ്ത്? നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പിതാക്കന്മാരുണ്ടല്ലോ, അവർക്ക് എന്ത് ചെയ്തു? വിശ്വാസത്താൽ ടെസ്റ്റിമണി, സാക്ഷ്യം ലഭിച്ചു. എന്നാൽ അതിൻ്റെ അവസാനത്തെ വാക്യം പറയുക, നമുക്ക് ലഭിച്ചത് എന്താണെന്ന് പറയുക. എൻ്റെ 40-ാം വാക്യം ഒന്ന് വായിച്ചു, 39-ാം വാക്യം വായിച്ചു. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും. നമ്മൾ പറഞ്ഞു അവർ വിശ്വാസത്താൽ എന്ത് പ്രാപിച്ചെന്നാ പറഞ്ഞേ? സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ ഇവിടെ പറയുന്ന വായിച്ചോ, എല്ലാവരും വിശ്വാസ സാക്ഷ്യം പ്രാപിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ഇവരോട് പറയാ, ഈ വലിയ വിശ്വാസ വീരന്മാരൊക്കെ വിശ്വാസം എന്തേ പ്രാപിച്ചുള്ളൂ? വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചതേ ഉള്ളൂ. എന്നിട്ട് പറയുക, നമ്മളിൽ കൂടെ നമുക്കെന്ത് ചെയ്തു? സാക്ഷ്യം മാത്രമല്ല, നമുക്ക് വാഗ്ദത്ത നിവൃത്തി കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുക. അവർക്ക് പോലും, അതാ പറഞ്ഞ വാക്യം, നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം ഏറ്റവും നല്ലതൊന്നും നമുക്ക് കരുതിയിരുന്നു. അവരോട് പറയാം, നിങ്ങൾ നിരാശപ്പെടരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു വന്ന ആ വിഷയങ്ങളെക്കാളൊക്കെ ഏറ്റവും വലുതാണ്. അതുകൊണ്ട് ആരാധനയെ പറ്റി പറയുമ്പോൾ 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഭാഗം, അത് ഞാൻ വിശദീകരിക്കുന്നത് 18 വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടെ ഞായറാഴ്ച നമ്മൾ വായിക്കാറുള്ള വേദഭാഗമാണ്. എന്ത് ചെയ്യുന്നു? അവരുടെ ആരാധന എങ്ങനെയായിരുന്നു പറയുക? കാഹളനാദം, കൂരിരുട്ട്, 12-18 മേഘതമസ്, അതുപോലെ വാക്കുള്ള ശബ്ദം എന്നിവയുടെ അടുക്കലേക്കല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അവരുടെ ആരാധന, അവർ കർത്താവിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭീതിപ്പെടുത്തുന്നതായിരുന്നു, ഭയപ്പെടുത്തുന്നതായിരുന്നു. എന്നിട്ട് അതിൻ്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച എന്തായിരുന്നു? ആ മലയിലേക്ക് കയറി ചേരുന്ന കാഴ്ച ഭയങ്കരമായിരുന്നു. എന്നാൽ അടുത്ത വാക്യം പിന്നീട് പറയുക, നമ്മളെപ്പറ്റി എന്താ പറയുന്നത്? പിന്നെയോ 22-ാം വാക്യം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെയോ നമ്മൾ എവിടാ കടന്നു വന്നിരിക്കുന്നത്? സിയോൻ പർവ്വതത്തിനും
ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ കടന്നു വന്നിരിക്കുന്നത്. അവരോട് പറയുക, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ്. ചുരുക്കത്തിൽ ഞാൻ ഈ പറഞ്ഞ ഒരു സ്റ്റാൻഡിൽ ഈ എബ്രായ ലേഖനം പഠിച്ചാൽ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത തുടക്കം തൊട്ട് ഒടുക്കം വരെ വെളിപ്പെടുത്തുന്നതാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. പരിപൂർണമായി ക്രിസ്തു ശ്രേഷ്ഠനാണ്. എല്ലാറ്റിനേക്കാളും പ്രവാചകന്മാരെക്കാൾ, ഞാൻ പറഞ്ഞ പ്രവാചകന്മാരെക്കാൾ, ദൂതന്മാരെക്കാൾ, മോശയേക്കാൾ, ന്യായപ്രമാണത്തെക്കാൾ, ആരാധനയേക്കാൾ, അവരുടെ യാഗപീഠത്തെക്കാൾ, അതുപോലെ തന്നെ എല്ലാ നിലയിലും ആരാധനയേക്കാൾ ഏതൊക്കെ നിലയിൽ പറയുമോ അതിലെല്ലാം ശ്രേഷ്ഠകരമായി ലഭിച്ചതാ. നിങ്ങൾ പിന്മാറിപ്പോകരുത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ലേഖനകർത്താവ് എബ്രായ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഒരു വ്യാഖ്യാന രീതി ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വീട്ടിൽ പോയി ഈ നിലയിൽ ഇത് വായിച്ചു നോക്കിയാൽ ഇതിന് ആദ്യോടന്തം നമ്മൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മുന്നറിയിപ്പുകൾ വെച്ചിട്ട്, ഇതിനകത്ത് മുഴുവൻ മുന്നറിയിപ്പുകളുണ്ട്. ഒരു 7, 8, 10ഓളം മുന്നറിയിപ്പുകൾ ഈ പുസ്തകങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞത് അത് നമ്മളെ സംബന്ധിച്ച് ക്രിസ്തീയ ജീവിതത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി വരുന്ന വാണിങ്സ് നമുക്കും കൂടെ ഉപകാരപ്രദമാണ്. ഞാനത് പെട്ടെന്ന് ആ വാണിങ്സ് കൂടി ഇതിനകത്ത് പറഞ്ഞു. മുന്നറിയിപ്പുകൾ ആ നിലയിൽ വായിച്ചാലും ഞാൻ പറയാം ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് വാണിങ്സ്, മുന്നറിയിപ്പുകൾ നൽകുക. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം ഭാഗം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, നിങ്ങൾ എടുത്താൽ മതി. ഒന്ന് വായിച്ചോ. 2:1. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതിന്റെ 4-ാം വാക്യം കൂടെ വായിച്ചോ. തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും. ഇതിനകത്ത് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യം കാണാം. ഈ എബ്രായ ലേഖനത്തിലെല്ലാം ഇത്രയും യേശുവിൻ്റെ ശ്രേഷ്ഠത പറയുമ്പോൾ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ട് പറയുക അവരോട്. ഒന്ന് പറയുക, കേട്ട് നിങ്ങൾ അങ്ങനെ പോകരുത്, ഒഴുകിപ്പോകരുത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ ഒരിക്കലും തെറ്റി ഒഴിയത്തില്ല. നമ്മൾ ആ അവിടെ പറയുന്ന കാര്യങ്ങൾ ശിക്ഷ അനുഭവിക്കും. ദൂതന്മാരോട് പറഞ്ഞതിന് കൽപ്പന കൊടുത്തെങ്കിൽ പുത്രൻ മുഖാന്തരം പറഞ്ഞതിന് എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവർക്ക് വാണിംഗ് അതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത്. ഇനിയും നമ്മൾ അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ചിന്തിക്കുന്ന വേദഭാവമാണ്. അവിടെ 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചോ പെട്ടെന്ന്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുക. മതി. ഇവിടെ പറയുന്നത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അടുത്ത മുന്നറിയിപ്പാ ഇതിനകത്ത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുന്നറിയിപ്പ്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകും. കാരണമൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റും. 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. 1-ാം വാക്യം ഒന്ന് വായിച്ചു. അടുത്ത മുന്നറിയിപ്പ്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഇവിടെ വീണ്ടും പറയാൻ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഭയപ്പെടണം. ഒന്നാമത് നമ്മുടെ ഹൃദയം, ഞാൻ ആദ്യം പറഞ്ഞത്, തെറ്റിപ്പോകാതിരിക്കാൻ നോക്കണം. രണ്ടാമത് ഹൃദയം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ നോക്കണം. ഇവിടെ നമ്മൾ വായിച്ച സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരിക്കുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ നോക്കണം. 5-ാം അധ്യായത്തിൽ നമ്മൾ ശിശുത്വത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതാണ്. 5-ാം അധ്യായത്തിന് 11 മുതൽ ഞാൻ പറയുന്നില്ല. നമ്മൾ ശിശുക്കളായിരിക്കാതെ വളരുവാൻ നമ്മൾ ഓർക്കണം. അതിനെപ്പറ്റിയുള്ള വാണിംഗ് ആണ്. ഇന്ദ്രിയങ്ങളെ അഭ്യസിപ്പിക്കുന്നവരായില്ലെങ്കിൽ നമ്മൾ ശിശുക്കളെ പോലെ നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഞാൻ ഇവിടെ ക്ലാസ് എടുത്തതാണ്, അത് കേട്ടല്ലോ. പിന്നെ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ പിന്മാറിപ്പോകുന്നതിനെ പറ്റിയുള്ള വാക്ക്, അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവരെ പിന്നെ മനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്മാറിപ്പോകുന്നവർക്കുള്ള മുന്നറിയിപ്പ്. പിന്നെ അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളത് കഴിഞ്ഞ ദിവസം കണ്ടാണ്. 10-ാം അധ്യായത്തിൽ അതിൻ്റെ 26-ാം വാക്യം നമ്മളന്ന് വായിച്ചത്, ജസ്റ്റ് ഓർത്താൽ മതി. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ എന്ത് ചെയ്യും? പിന്നീട് യാതൊരു യാഗവും ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? എതിരാളികളെ ദഹിപ്പിക്കുന്ന അഗ്നി, നരകം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളെ ധൈര്യം തള്ളിക്കളയരുത്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. മുന്നറിയിപ്പ് കൊടുക്കുക. നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങളൊന്നും കേട്ടിട്ട് നിങ്ങൾ പിന്മാറിപ്പോകരുത്. ക്രിസ്തുവിൽ കൂടെ നമ്മൾ വിശ്വസിച്ച് വന്നെങ്കിൽ അവൻ എത്ര ശ്രേഷ്ഠനാണെന്ന് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത്.
അതിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്ന അവിടെ കാണുന്നത് പുത്രത്വം തള്ളിക്കളയരുത്. 12-ാം അധ്യായത്തിൽ അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ അവനെ അടിക്കും. 5-ാം വാക്യം വായിക്കുന്നത് കാണാം, മകനെ കർത്താവിൻ്റെ ശിക്ഷ എന്ത് ചെയ്യില്ല, നിരസിക്കരുത്. താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും എന്ത് ചെയ്യുന്നു, അടിക്കുന്നു. അന്നേരം നമ്മൾ എനിക്ക് അടി കൊള്ളാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ പുത്രത്വം നിഷേധിക്കുന്നവരാ. നിങ്ങൾ അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറയുക. അതിൻ്റെ 12-ാം അധ്യായത്തിൽ തന്നെ വരുമ്പോൾ അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മളോട് വേറെ മുന്നറിയിപ്പ് നൽകുക, ഏശാവിനെ പോലെ നമ്മൾ എന്ത് ചെയ്യല്ലേ, ആകരുത്. അതിൻ്റെ വാക്യം വായിച്ചാൽ കാണാം എന്ത് പറ്റി. തനിക്ക് ചെറിയ ചില നൈമിഷികമായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവനെ പോലെ നിങ്ങൾ എന്ത് ചെയ്യല്ലേ, ആകരുത്. പിന്നത്തേതിൽ അവന് അതിനുള്ള സാവകാശം ലഭിച്ചില്ല, അവന് അനുഗ്രഹമെല്ലാം നഷ്ടപ്പെട്ടു പോയി. പലപ്പോഴും അടുത്ത മുന്നറിയിപ്പ് പറയുന്നത്. പിന്നെ 9-ാം അധ്യായം നമ്മൾ പിന്നെ വായിക്കുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ അടുത്ത മുന്നറിയിപ്പ് അതിൻ്റെ 28ഉം 29ഉം വാക്യങ്ങളിൽ വായിക്കുന്നു. എന്താ എഴുതിക്കുന്നത്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം, നന്ദിയുള്ളവരായി ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുക. അവസാനം 13-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ നിങ്ങളെ ആരും വലിച്ചുകൊണ്ട് പോകരുത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇന്ന് രാത്രികാലം. അതായത് മുന്നറിയിപ്പുകളുടെ ഒരു നീണ്ട നിരയുണ്ട് ഇതിനകത്ത്. ക്രിസ്തുവിൽ കൂടിയുള്ള ശ്രേഷ്ഠത, രണ്ടാമത് എന്ത് ചെയ്യുക, ഒത്തിരി വാണിങ്സ്. ഇന്ന് രാത്രികാലം ഞാൻ ഇന്ന് ഓടിച്ചു പറഞ്ഞതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് എബ്രായലേഖനം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഈ 2 നിലയിൽ നമ്മളിതിനെ പഠിച്ചു കഴിഞ്ഞെന്ന് വേണേൽ പറയാം. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാകുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് വരുന്ന വാണിങ്സും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളെ തന്നെ ജീവിതത്തിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടി. അടുത്ത ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞതുപോലെ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ എബ്രായ ലേഖനത്തെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണമെന്നും ആ നിലയിൽ നമ്മൾ പിന്നീട് ഈ അധ്യായങ്ങളെ പഠിച്ചു പോകാനും ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ നമുക്കിത് പഠിക്കാനുള്ള ഓരോ മാർഗങ്ങളാണ്. ഇത് കാണുമ്പോൾ ഓർത്തിരിക്കേണ്ടത്, ദൈവത്തിൻ്റെ ആത്മാവ് എത്ര കണിശവും വ്യക്തവുമായിട്ടാ പിന്മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകുന്ന ജനത്തിന് തൻ്റെ വചനം എഴുതി കൊടുക്കുന്നത്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, വിശ്വാസത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോകരുത്. കാര്യമെന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് ശ്രേഷ്ഠനായിട്ട് എല്ലാറ്റിനും നമ്മൾ വായിക്കുന്ന 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് നമ്മെപ്പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാ. അതുകൊണ്ട് നമുക്ക് തക്ക സമയത്ത് കൃപാസനത്തിന് അടുത്ത് എന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വ്യക്തമായിട്ട്. ഈ യഹൂദനെ സംബന്ധിച്ച് ആണ്ടിൽ ഒരിക്കലാണെങ്കിലും ആ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് കരേറി ചെന്ന് അവർക്ക് വേണ്ടി ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള യാഗം കഴിക്കുന്നത് ആഗ്രഹത്തോടെ നോക്കിയിരുന്ന് തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്ന ജനത്തോട് പറയുക, തക്ക സമയത്ത് കൃപ പ്രാപിക്കാൻ വേണ്ടി കൃപാസനത്തിനടുത്ത് നിങ്ങൾ ഏത് സമയത്താണ് വേണ്ടിയത് ആ സമയത്ത്. അത്ര സിമ്പിളായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നു. ചുരുക്കത്തിൽ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത്ര നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ ഈ മാഹാത്മ്യം എന്ന് പറയുന്നത് നിങ്ങൾ വിട്ട് പിന്മാറിപ്പോയാൽ, അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളിത് വിട്ടു പിന്മാറിപ്പോയാൽ വാണിംഗ് ആയിട്ട് ഓരോ ഭാഗത്തും കൊടുത്തിരിക്കുക, നിങ്ങൾ പിന്മാറിപ്പോകരുത്. അതിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പറയാം, കർത്താവേ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിന് ഞങ്ങളോടുള്ള സ്നേഹവും എത്ര വലുതാണ്. ആ ഒരു ജനത്തിനു വേണ്ടി ഇത്രയും നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വിഷയങ്ങളെ 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു കൊടുത്ത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തെങ്കിൽ നിരാത്രികാലം നമ്മളോടും ദൈവസന്നിധി ചെന്ന് നിൽക്കുമ്പോൾ ദൈവം എത്ര അത്ഭുതകരമായിട്ട് നമ്മളോട് സംസാരിച്ച് വചനത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. ഞാൻ പറയാം, നിങ്ങൾ തുടർന്നും ഈ ഒരു പ്രാവശ്യം വായിച്ചതുകൊണ്ട് ഇനി നിങ്ങൾ പോയി വായിച്ചു നോക്കുമ്പോൾ ഇതിനകത്തുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാകാത്ത പല ഭാഗങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഗൈഡ് ചെയ്ത് തരും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് തുടർന്ന് ദൈവങ്ങളെ ഏൽപ്പിക്കും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം.